പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും, നമ്മുടെ ചാപ്പലിലെ ട്രസ്റ്റി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, യുവ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ചാപ്പലിൻ്റെ എല്ലാ അംഗങ്ങളും, അതുപോലെ ഈ ഭവനത്തിലെ അന്തേവാസികൾ എല്ലാവരെയും പ്രത്യേകം ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ആദരവും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ നേട്ടം ജീവിതത്തിലുണ്ടായിട്ടില്ല. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാണ്. ജനങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പും ഒക്കെ, നവോത്ഥാന കാലത്തിന് മുമ്പും വിവേചനങ്ങളും ഒരുപാട് അരാജകത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ കുറേ കൂടി നല്ലൊരു അന്തരീക്ഷം നമുക്ക് നവോത്ഥാനത്തിന് ശേഷം ലഭിക്കുകയുണ്ടായി. എല്ലാ സമുദായങ്ങളിലും നവോത്ഥാനം പരിവർത്തനങ്ങൾ വരുത്തി അതിന് നല്ല ഫലങ്ങൾ അനുഭവിച്ച ഒരു സമൂഹമാണ് നമ്മുടെ ഈ തലമുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ കുട്ടിക്കാലമൊക്കെയും വളരെ ശാന്തവും സമാധാനപരമായ ഒരു അന്തരീക്ഷം ലഭിച്ചു. പ്രത്യേകിച്ച് ഓണം എല്ലാവർക്കും ഒരുപോലെ ഉത്സവമായിരുന്നു. ഇന്നത്തെ പോലെ സമൃദ്ധി ഉണ്ടായിരുന്നൊരു കാലമായിരുന്നില്ല ഒരു 19 വർഷത്തിന് മുമ്പ്. എല്ലാവരും കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്നൊരു സമൂഹത്തിൽ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊരു നല്ലൊരു സദ്യയൊക്കെ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ പങ്കെടുക്കുന്ന ഒരു സമയം. കാരണം അവിടെ വിവേചനങ്ങളൊന്നുമില്ല. മാവേലി നാട് വാഴുന്ന കാലത്ത് എല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചളിയും വഞ്ചനയും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് വാസ്തവത്തിൽ അതിനൊക്കെ നേരെ വിപരീത ഫലമാണ്. പ്രത്യേകിച്ച് എല്ലാ ഭരണങ്ങളും മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതും വിവേചനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇന്നുള്ളത്. അസമാധാനത്തിൻ്റെ കാലം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ പ്രസക്തി വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം വർണ്ണവിവേചനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ വർണ്ണവിവേചനവും പഴയതുപോലെ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് നിലപൊക്കിയിട്ടുണ്ട്. അതെല്ലാം മനുഷ്യ മനസ്സിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ ഓണം നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത് എല്ലാവരും ഒന്നാണ്. അവിടെ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഓണത്തിൻ്റെ പ്രത്യേകമായ ഒരു സന്ദേശം ഓണം നമ്മളെ അറിയിക്കുന്നത്. അതാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് വ്യത്യാസമൊന്നുമില്ല. താഴ്ന്നവരാണെങ്കിലും ഉയർന്നവരാണെങ്കിലും യാതൊരു വ്യത്യാസവുമില്ല. അത് നമ്മൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില സാഹചര്യങ്ങളുടെ പേരിൽ നമ്മളിങ്ങനെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതേ സാഹചര്യം കിട്ടാത്ത ഒരാൾ അല്ലെങ്കിൽ അത് പതിച്ചു പോയാൽ അത് അവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. ഏതായാലും എല്ലാവരും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ കഴിയുന്ന ഒരു അവസ്ഥ, അതാണ് യഥാർത്ഥമായ ഓണം നൽകുന്ന സന്ദേശം. അങ്ങനെയൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ ഭവനത്തിൽ വെച്ച് നമ്മൾ കൂടുന്നതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശം ഇവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾ അവരും നമ്മോടൊപ്പം തന്നെ തുല്യരാണെന്ന് മനസ്സിലാക്കുവാനും അവരോടൊപ്പം ഈ വിരുന്ന് പങ്കിടുവാനുമാണ് വന്നിരിക്കുന്നത്. അതിന് ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ, നമ്മുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കട്ടെ. ഓണത്തിൻ്റെ ഈ സന്ദേശം എല്ലാവരുടെയും മനസ്സിൽ എന്നും ഓർക്കുവാൻ തക്കമുള്ള ഇടയാക്കിയിട്ട് പ്രാർത്ഥിച്ചു ചെയ്യുന്നു.